നമസ്കാരം. മോദി റഷ്യയും യുക്രൈനും സന്ദർശിച്ചത് ഏറെ നിർണായകമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തലാക്കാനുള്ള സാധ്യതയിലേക്കും അത് വിരൽ ചൂണ്ടുന്നുണ്ട്. ഉക്രൈനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് ഇന്ത്യയുടെ ഇടനില അംഗീകരിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഉടമ്പടി ചർച്ചകൾ തുടരാൻ ഉക്രൈൻ തയ്യാറാണെങ്കിൽ താനും തയ്യാറാണെന്നാണ് റഷ്യൻ ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ പുടിൻ അറിയിച്ചത്. ഉക്രൈനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് ഇടനിലക്കാരാകാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന ചോദ്യത്തിന് ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നാണ് പുടിൻ മറുപടി നൽകിയത്. തങ്ങൾക്ക് പരസ്പര വിശ്വാസമുണ്ട്, അവരുമായി സമ്പർക്കത്തിലാണെന്നും ഉടമ്പടി ചർച്ചകൾ തുടരാൻ ഉക്രൈൻ തയ്യാറാണെങ്കിൽ താനും തയ്യാറാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തിരുന്നു. ഇസ്താൻബൂളിലെ ആദ്യകാല യുദ്ധ ചർച്ചകളിൽ റഷ്യ യുക്രൈൻ മധ്യസ്ഥർ പാലിച്ച പ്രാഥമിക കരാർ നടപ്പിലാക്കപ്പെടാത്തതിനാൽ അത് ചർച്ചയ്ക്ക് അടിസ്ഥാനമാക്കാമെന്നും പുടിൻ അഭിപ്രായപ്പെട്ടിരുന്നു. പുടിന്റെ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ, നമുക്ക് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആദരിക്കുന്നു, പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നിവരെ. അവർ ഈ പ്രതിസന്ധിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സത്യസന്ധമായി ശ്രമിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. ലോകം വളരെ ആകാംക്ഷയോടെയാണ് മോദിയുടെ റഷ്യ യുക്രൈൻ സന്ദർശനത്തെ കണ്ടത്. പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തേക്ക് വരാനുള്ള തുറന്ന ക്ഷണമുണ്ടെന്ന് മാർച്ചിൽ തന്നെ റഷ്യ പറഞ്ഞിരുന്നു. 2019 വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന സാമ്പത്തിക ഫോറത്തിനായാണ് മോദി അവസാനമായി റഷ്യ സന്ദർശിച്ചത്. 2022 മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉയർച്ചയിലാണ്. ഇന്ത്യ റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായി. യുക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. കണക്കുകൾ പരിശോധിച്ചാൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 2022 സാമ്പത്തിക വർഷത്തിൽ $2.47 ബില്യൺ നിന്ന് 2024 സാമ്പത്തിക വർഷമായപ്പോൾ $46.49 ബില്യൺ ഉയർന്നു. ക്രൂഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. റഷ്യ സംഘർഷം നേരിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ കൂടിയില്ലാത്ത മൂന്നാമതൊരു രാജ്യത്തെ ഇടനിലക്കാരനാക്കിക്കൊണ്ടുള്ള സമാധാന ചർച്ചകൾക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് പിന്നാലെയാണ് പുടിന്റെ പ്രസ്താവന എന്നതും എടുത്തു പറയണം. യുക്രൈന്റെ കാര്യത്തിലുള്ള പുടിന്റെ ഓരോ തീരുമാനങ്ങളും ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. വ്ളാഡിമിർ പുടിന്റെ തീരുമാനങ്ങളിൽ ലോകം ഏറ്റവും കൂടുതൽ വിമർശിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധത്തിന് ഒരവസാനവും ഇതുവരെ കാണാനില്ലായിരുന്നു. ഈ പോരാട്ടം ദശലക്ഷക്കണക്കിന് യുക്രൈനിയക്കാരെ കുടിയൊഴിപ്പിക്കുകയും യൂറോപ്പിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുകയും വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും പണപ്പെരുപ്പം വർദ്ധിക്കുകയും വലിയ സാമ്പത്തിക അനിശ്ചിതത്വത്തിന് കാരണമാകുകയും ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു. വർഷങ്ങളായി റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ അവസാനത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. ഒരു യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല, ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ മാത്രം. ഇന്ത്യയുടെ നയതന്ത്ര സമീപനങ്ങളിൽ നിന്ന് ലോകത്തിന് വിലപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാകും. ഒന്നാമതായി, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യമാണ്. അത് ആഗോള സമാധാന ശ്രമങ്ങൾക്ക് സംഭാവന നൽകുകയും സ്വന്തം താൽപ്പര്യങ്ങൾ പിന്തുടരാൻ ഒരു രാജ്യത്തെ അനുവദിക്കുകയും ചെയ്യുന്നു. ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. മോദി ഡിപ്ലോമസി ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.